KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഇത് ലക്ഷ്യം കാണുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. സാഹസികമായിരിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. KSRTC സൗജന്യ യാത്ര എന്നുള്ളത് ഇത് ലക്ഷ്യം കാണുമോ, ലക്ഷ്യം കാണാതിരിക്കുമോ എന്നുള്ളതും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സമീപന നിലപാട് ഈ റൂട്ടിലൂടെ തന്നെയാണോ പോകേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്ത് നോക്കാം. ശാസ്ത്രീയമാണോ എന്നുള്ളതാണ് പ്രസക്തമായിരിക്കുന്ന വിഷയം. അതിന് ഒരുപാട് തലങ്ങളും ഒരുപാട് രീതികളുമുണ്ട്. ആ രീതിയിലുള്ള എല്ലാ തലങ്ങളെയും പരാമർശിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ സ്പർശിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനമല്ല ഇത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അഥവാ സൗജന്യ യാത്ര എന്നുള്ളതല്ല തീരുമാനത്തിൽ തെറ്റായിരിക്കുന്ന കാര്യം. സൗജന്യ യാത്രയോടനുബന്ധിച്ച് മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങളിൽ അപാകതകളുണ്ട്. അങ്ങനെ അപാകത ഉണ്ടാകുന്ന സമയത്ത് എന്താ വിഷയം വരുന്നത്? ഇത് 5 കൊല്ലം പൂർത്തിയാക്കണമല്ലോ, സർക്കാർ അവസാനിക്കുന്നിടത്തോളം കാലങ്ങളിൽ നിൽക്കണമല്ലോ. ആ നിൽക്കുന്നിടത്തേക്ക് ഒരു പക്ഷേ ഇത് പാളിച്ച വന്നാൽ പിന്നീട് അവിടെ എന്താവും? പ്രിയദർശിനി എന്നാണ് പേര് വരുന്നത്. ആ പ്രിയദർശിനി എന്ന പേര് നഗരത്തിൽ അല്ലെങ്കിൽ തെരുവിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നോക്കാം. ഇതിൽ പറയുന്നത് സ്ത്രീകളായിരിക്കുന്ന എല്ലാവർക്കും സൗജന്യമായ രീതിയിൽ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അതേ സംസ്ഥാനത്തുടനീളം അങ്ങനെയാണ് അതിൻ്റെ കാര്യകാരണങ്ങൾ പറയുന്നത്. ഓർഡിനറി ബസ്സാണെങ്കിൽ സംസ്ഥാനത്തുടനീളം ഈ ഒരു റൂട്ട് തന്നെ തെറ്റായ പ്രവൃത്തിയാണ്. സംസ്ഥാനത്തുടനീളം എന്നുള്ളത് നിയന്ത്രണത്തിന് വിധേയമാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ വിഷയം എന്ന് പറഞ്ഞാൽ യാത്രക്കാരായിരിക്കുന്ന സ്ത്രീ ആയാൽ മതി എന്നുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്തിനാ സൗജന്യ യാത്ര കൊടുക്കുന്നത്? അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അവരതിന് ഒഴിവാക്കൽ നിർബന്ധമാണ്. കാര്യം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സൗജന്യമായ രീതിയിൽ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ദരിദ്രരായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന സ്ത്രീകൾക്ക് ആ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലിയ തിരക്കുകൾ വരും. വലിയ രീതിയിൽ ആളുകൾ അതിലേക്ക് ഇടിച്ചു കയറുന്ന സ്ഥിതി വരും. സ്ത്രീകൾ തന്നെ, പുരുഷന്മാർക്ക് യഥാർത്ഥത്തിൽ യാത്ര ചെയ്യാൻ പോലും പ്രയാസപ്പെടുന്ന രീതി ഉണ്ടായി. ഇതൊക്കെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇതിന് മുമ്പ് പല സംസ്ഥാനങ്ങളും പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷയെടുത്തൊക്കെ അതിൻ്റേതായിരിക്കുന്ന കൃത്യത ഇല്ലാത്തത് കൊണ്ട് പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക മുന്നേറ്റമുള്ളവരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ഇതിൽ നിന്ന് മാറ്റണം. അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഒരിക്കലും നിർബന്ധമാണ്. സംസ്ഥാനത്തൊട്ടുക്കും എന്നുള്ള രീതികൾക്ക് മാറ്റം വരണം. ജില്ലാടിസ്ഥാനത്തിലേക്ക് പരിമിതപ്പെടുത്തണം. ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രിയദർശിനി തെരുവിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരും. KSRTC ബസ് ഡ്രൈവർമാർക്ക് പോലും കൃത്യമായ രീതിയിൽ പല ഘട്ടങ്ങളിൽ ശമ്പളം കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഇതൊരു കൃത്യമായിരിക്കുന്ന ശാസ്ത്രീയപരമായിരിക്കുന്ന മുന്നേറ്റമല്ല നടക്കുന്നതെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അഥവാ ഒരു സ്ത്രീ വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അത് നേരിട്ടല്ല എന്ന് മാത്രം. കാര്യം വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓർഡിനറി ബസ്സില്ല. പക്ഷേ വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുണ്ട്, കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്കുണ്ട്, മലപ്പുറത്ത് നിന്ന് തൃശ്ശൂരിലേക്കുണ്ട്, അവിടെ നിന്ന് എറണാകുളത്തേക്കുണ്ട്, അവിടെ തൊട്ടടുത്ത ജില്ലയിലേക്കുണ്ട്. അങ്ങനെ തിരുവനന്തപുരം എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ വയനാട് മുതൽ തിരുവനന്തപുരം വരെ പോകണ്ടാത്ത ഒരു സ്ത്രീയും സൗജന്യ യാത്രമല്ലേ എന്ന് കരുതിയിട്ട് കമ്പനി അടിച്ചിട്ടോ ഫ്രണ്ട്സുകളോട് കൂടി ചേർന്നിട്ടോ ഒരു അനാവശ്യ യാത്ര നടത്താൻ ഇത് ഉപയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. എങ്ങനെ അതിൻ്റെ നിയന്ത്രണം? ജില്ലാടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തുക. ഒരു സ്ത്രീക്ക് അവർ നിൽക്കുന്ന ജില്ലയിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം, ന്യായമാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഐഡൻറ്റി കാർഡ് ഏർപ്പെടുത്തണം. ഐഡൻറ്റി കാർഡ് എന്ന് വെച്ചാൽ ആധാർ കാർഡോ മറ്റേതോട്, അതായത് ഏത് പ്രദേശത്താണ് താമസിക്കുന്നത് എന്നത് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു ഐഡൻറ്റി കയ്യിൽ പിടിക്കുക. വയനാട്ടിൽ സ്വദേശിയാണെങ്കിൽ വയനാട് ജില്ലയിൽ മുഴുവൻ യാത്ര ചെയ്യുക. വയനാട് സ്വദേശിക്ക് ഇവിടേക്കാണ് കോഴിക്കോട്ടേക്കാണ് വരുന്നതെങ്കിൽ ലക്കിടി വരെ യാത്ര ചെയ്യാൻ ലക്കിടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം. തൃശ്ശൂരിലേക്കാണ് ഒരു കോഴിക്കോട് സ്വദേശിയുള്ള തൃശ്ശൂരിലേക്കാണ് പോകുന്നതെങ്കിൽ തൃശ്ശൂരിൻ്റെ കോഴിക്കോടിൻ്റെ അതിര് വരെ സൗജന്യ യാത്ര, അവിടെ നിന്ന് അങ്ങോട്ട് ടിക്കറ്റ് എടുത്തുള്ള യാത്ര. ഇത് താൽക്കാലികപരമായിട്ടുള്ള സ്ഥിരമായ രീതിയിൽ വിജയിക്കണമെങ്കിൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മാത്രമല്ല TT പോലെയുള്ള ബസ്സിൽ ഈ സൗജന്യം കൊടുക്കാൻ പാടില്ല. പ്രൈവറ്റ് ബസ്സിലേ കൊടുക്കാവൂ. അതെല്ലാം ഭാവിയിലേക്ക് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് വിഷയം. അതുപോലെ തന്നെ ഇതിലേക്ക് തന്നെ 60 കഴിഞ്ഞ പുരുഷന്മാർക്ക് വേണമെങ്കിൽ ഇത് സൗജന്യം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. പുരുഷനായിപ്പോയി എന്നതിനാൽ 60 വയസ്സ് കഴിഞ്ഞുള്ള ഒരു വയോധികൻ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകാൻ ബസ്സിൽ കാശൊന്നും ഇല്ലാത്ത രീതിയിൽ
പല മനുഷ്യന്മാരും അങ്ങനെ ഉണ്ട്. അപ്പോൾ പോക്ക് മുടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് എന്ത് ചെയ്യുക, സൗജന്യ യാത്ര നടത്തുക. അതിനപ്പം ചെയ്യുക, ഗവൺമെൻറ് തലത്തിലുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക, സാമ്പത്തികപരമായി മുന്നേറ്റമുള്ളവരെ ഒഴിവാക്കുക. അതിന് വേണമെങ്കിൽ വില്ലേജ് ഓഫീസർ കൊണ്ട് വർഷാന്തര സാമ്പത്തിക വരുമാനത്തിന് ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ വാങ്ങുക. അപ്പം നിർബന്ധമായിട്ടും പോകേണ്ട ആൾക്കാർ മാത്രമേ പോകൂ. അല്ലാത്തവരെ ഇടിച്ച് കയറുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും. വെറുതെ കിടക്കുന്ന പെണ്ണുങ്ങളൊക്കെ അതിൽ കയറിയിട്ട് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന സ്ഥിതിയിലേക്ക് ഭാവിയിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. TT, ഓർഡിനറി, ലിമിറ്റഡ് എന്നിവയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. സ്റ്റേജ് ബസ്സുകളൊക്കെ ഉണ്ടാവും. അതിലെല്ലാത്തിലും അതൊക്കെ ഓർഡിനറിയാണ്. TT ഓർഡിനറിയാണ്. അത് ജില്ല വിട്ട് കോഴിക്കോട് വയനാട്ടിലേക്ക് TT ഉണ്ട്, കോഴിക്കോട് തൃശ്ശൂരിലേക്കുണ്ട്. ആ TTയിലൊക്കെ സ്ത്രീകൾ വന്നിരിക്കുന്ന സമയത്ത് യാത്രക്കാർക്കും അതിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല പ്രൈവറ്റ് ബസ് ഏറെക്കുറെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടും. അഥവാ 9000 പ്രൈവറ്റ് ബസ് നിലവിൽ കേരളത്തിലുണ്ട് എന്നാണ് അനുമാനം. ഏറെക്കുറെ അത് കൂടാനാണ് സാധ്യത, കുറയാൻ സാധ്യതയില്ല. അവർക്കൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കും. സൗജന്യമായിട്ടൊരു ബസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരെങ്കിലും പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ബസ് കയറുമോ? അപ്പോൾ അത് പ്രൈവറ്റ് ബസ്സിന് ഒരു ബിസിനസ് സംവിധാനങ്ങൾ ജീവിതോപാധി ഇല്ലാതാക്കിയിട്ട് മുന്നോട്ട് ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന സംവിധാനം കൊടുക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കുണ്ടാകും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അവിടെ സാമ്പത്തികം ഇടിഞ്ഞു പോകാൻ പാടില്ല, അവർ നിലച്ചു പോകാൻ പാടില്ല. അതൊരു ജീവിതോപാധിയാണ് പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് കുടുംബം ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാകും എന്നുള്ളതും സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം അത് വേണ്ട എന്നല്ല, നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അതിൻ്റേതായിരിക്കുന്ന ചട്ടങ്ങളും ചിട്ടകളും ഉണ്ടാകലും നിർബന്ധമാണ്. 5600 ബസ്സുകളാണ് KSRTC ബസ്സുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്. അനുമാനപ്രകാരം അങ്ങനെയാണ്. അതിൽ 3125 ബസ് ഓർഡിനറി ബസ്സായിട്ട് കണക്കാക്കുന്നു. കൂടുതൽ ബസ്സുകൾ ഓർഡിനറി ബസ് ഉള്ളത് തിരുവനന്തപുരത്താണ്, 687. ഏറ്റവും കുറവുള്ളത് മലപ്പുറമാണ്, 98. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയുടെ പേര് മലപ്പുറമാണ്. അവിടെയാണ് ഏറ്റവും കുറവ് KSRTC ഓടുന്നത്, 98. ഇത്രയും കാലത്തിനിടയിൽ കുറച്ചൊരു 500 ബസ്സെങ്കിലും ഇറക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും യഥാർത്ഥത്തിൽ മോശം തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കൊല്ലത്ത് 415 ബസ്, പത്തനംതിട്ടയിൽ 150, ആലപ്പുഴ 227, കോട്ടയം 162, ഇടുക്കി 125, എറണാകുളം 325, തൃശ്ശൂർ 153, പാലക്കാട് 122, കോഴിക്കോട് 156, വയനാട് 172, കണ്ണൂർ 205, കാസർഗോഡ് 128 എന്ന തരത്തിലാണ് KSRTC ഓർഡിനറി ബസ് സർവീസ് നടത്തുന്നത്. 2023-24 വർഷത്തിൽ 1314 കോടി രൂപയാണ് KSRTCക്ക് നഷ്ടം വന്നത്. ചെറിയ സംഖ്യ ഒന്നുമല്ല, ഭീമമായിരിക്കുന്ന സംഖ്യയാണ്. 2023-24 കാലഘട്ടത്തിൽ 2024 കാലഘട്ടത്തിൽ 19,370 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അപ്പോൾ എത്ര ഭീമമായിരിക്കുന്ന സംഖ്യ നഷ്ടം വന്നിരിക്കുന്നു. നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് KSRTC എന്ന് പറഞ്ഞാൽ. സർക്കാർ ശമ്പളവും പെൻഷനും പിന്നെ വായ്പാ സഹായങ്ങൾ എന്നിവയുമായി സർക്കാർ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് സംഭവങ്ങളും KSRTC ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ്. വലിയ രീതിയിലൊക്കെ പ്രതിപക്ഷം, ഇപ്പോഴത്തെ ഭരണപക്ഷം അന്ന് പ്രതിപക്ഷമായിരുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. KSRTC ഡ്രൈവർമാർ സമരം നടത്തിയ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ശമ്പളം ഏതോ വിധം കിട്ടാത്തതുകൊണ്ട്, കിട്ടണമെങ്കിൽ ഇത് വരുമാനം കിട്ടണ്ടേ. അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള വരുമാനം കിട്ടുന്നതും ചെറിയ രീതിയിലുള്ള വരുമാനം കിട്ടുന്നതും ഒരു കൃത്യതയോട് കൂടി ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും KSRTCയിലില്ല. ബൈബാക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അതായത് കൂടുതൽ കച്ചവടം നടക്കുകയും കുറഞ്ഞ് കച്ചവടം നടക്കുകയും ചെയ്യുന്ന 2 സ്ഥലത്തേക്ക് പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് സൗദി അറേബ്യയിലെ അൽമറായി സംവിധാനങ്ങളൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണത്. ഒരു കടയിൽ ഒരു ഈ കാർട്ടൂൺ കണക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10 കാർട്ടൂൺ പാലോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ വെക്കുന്നു. തൊട്ടടുത്ത ഈ കടയിലും ഏകദേശം അങ്ങനെ വെക്കുന്നു. എന്നാൽ ഒരു കടയിൽ കൂടുതൽ ചിലവുണ്ടാവുന്നു, ഒരു കടയിൽ കുറഞ്ഞ ചിലവുണ്ടാവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ ചിലവുള്ളിടത്തു നിന്ന് സാധനം എടുത്തിട്ട് കൂടുതൽ ചിലവുള്ളിടത്തേക്ക് വെക്കുന്നു. അങ്ങനെ ബൈബാക്ക് സംവിധാനം. അങ്ങനെ ആ സമയത്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല മൂവി നടന്നിട്ടുണ്ട്, വെച്ച സാധനങ്ങൾ അത്രയും വിൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദ്ദേശിച്ച കടയിൽ നിന്നല്ല
മറ്റേ കടയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് കാര്യം ചെയ്തു. അതേപോലെ തന്നെ KSRTCയിലൊക്കെ മാറ്റത്തിരുത്തലുകൾ നിർബന്ധമാണ്. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന റൂട്ടും ഏറ്റവും കുറഞ്ഞ ലാഭം ഉണ്ടാക്കുന്ന റൂട്ടും കൃത്യതയോടുകൂടി ഇപ്പോഴും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിൽ KSRTC പരാജയമാണ്. 13,000 കോടി സർക്കാർ KSRTCക്ക് ഈ കടബാധ്യതയായിട്ട് നൽകാനുള്ള ഒരു വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലൊരു ആശ്വാസം എന്ന് പറയുന്നത് 2025 157 കോടി രൂപ ലാഭം ലഭിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് KSRTCയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. വലിയ നഷ്ടത്തിനിടയിൽ ഒരു സമാശ്വാസം എന്ന് പറയുന്ന ഒരു ലാഭം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. KSRTC ജീവനക്കാരുടെ ശമ്പളം പല ഘട്ടങ്ങളിലായി മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള മാനസിക പ്രയാസത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരുപാട് ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ് KSRTC എന്നുള്ളത്. അപ്പോൾ ഇതിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൊക്കെയാണ് സൗജന്യമായി സ്ത്രീ യാത്ര എന്ന് നോക്കുക. കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പഞ്ചാബ്, ഡൽഹി, തെലുങ്കാന, ബംഗാൾ, ആന്ധ്രാപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളിൽ നിലവിൽ ഈ സ്ത്രീ സൗജന്യ യാത്രകളുണ്ട്. അതിനൊക്കെ ഒരുപാട് നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൃത്യതയോട് കൂടി ഒരു രേഖ വരച്ചിട്ടല്ലെങ്കിൽ അത് പ്രൈവറ്റ് ബസ്സിനെ ബാധിക്കും എന്ന് മാത്രമല്ല, ഇത് ലക്ഷ്യം കാണുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും.